ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ജെ കെ എസ് ആറും എസ് ആറിനെ ജെ കെ ആക്കി. ഇനി നമ്മൾ ചെയ്യുന്നത് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിനെ എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ്. ഈ മുകളിൽ എഴുതിയേക്കുന്ന ഈ ഒരു കേസ് നോക്കണ്ട, അതിനകത്ത് ഞാൻ എഴുതുന്നതിൽ ചിലതിൽ മിസ്റ്റേക്ക് വരുന്നുണ്ട്. താഴെ എഴുതുന്നത് കറക്റ്റായിരിക്കും, അത് ചെക്ക് ചെയ്തുകൊണ്ടാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ കറസ്പോണ്ടിങ് ഡി എ എങ്ങനെ എസ് ആർ ആക്കും? ഡി എന്ന് പറഞ്ഞാൽ ഡേറ്റ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്നാണ്. അതിന് 2 വാല്യൂസേ ഉള്ളൂ, ഏതൊക്കെയാണ് 0യും 1ഉം. അപ്പോൾ നമ്മൾ ഡി ഇൻപുട്ടും പ്രീവിയസ് ആയിട്ടുള്ള ക്യു പിയും കൂടി ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റേറ്റായ ക്യു പി പ്ലസ് 1 എടുക്കുന്നത്. അതനുസരിച്ചായിരിക്കും എസ് ആറിൻ്റെ എക്സ്റ്റൻഷൻ ടേബിൾ വെച്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡി 0 ആവുന്ന സമയത്ത് നമ്മുടെ പ്രീവിയസ് ക്യു പി എന്ന് പറയുന്നത് 0 ആകാം 1 ആകാം. അതുപോലെ ഡി 1 ആകുന്ന സമയത്ത് ക്യു പി 0 ആകാം 1 ആകാം. അപ്പോൾ ഡി 0 മീനിങ് നെക്സ്റ്റ് സ്റ്റേറ്റ് എന്തായിരിക്കും? 1 ആയിരിക്കും. ഡി 1 ആണെങ്കിൽ നെക്സ്റ്റ് സ്റ്റേറ്റ് ഡി 0 ആണെങ്കിൽ നെക്സ്റ്റ് സ്റ്റേറ്റ് 0, ഡി 1 ആണെങ്കിൽ നെക്സ്റ്റ് സ്റ്റേറ്റ് 1. ഡി എന്താണോ അത് തന്നെയായിരിക്കും നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് വരുന്നത്. അപ്പോൾ ഡി 0 ആവുന്ന കേസിൽ ക്യു പി 0 ആണെങ്കിൽ ക്യു പി പ്ലസ് 1 0, ക്യു പി 1 ആണെങ്കിലും ക്യു പി പ്ലസ് 1 എന്താണ്? 0 ആണ്. എന്തുകൊണ്ട്? ഡി 0 ആയതുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് സ്റ്റേറ്റിൽ എന്തേ വരുള്ളൂ? 0യേ വരുള്ളൂ. അടുത്തത് ഡി 1 ആവുന്ന കേസ്. ഡി 1 ആവുന്ന കേസിൽ ക്യു പി 0 ആയാലും 1 ആയാലും ക്യു പി പ്ലസ് 1 എന്ന് പറയുന്നത് എന്താണ്? 1 ആയിരിക്കും. സോ ക്യു പി പ്ലസ് 1 എന്ന് പറയുന്നത് 1 1 എന്ന് പറയുന്നതാണ് ഡി 1 കേസിൽ വരുന്നത്. ദെൻ എസ് ആറിൻ്റെ എക്സ്റ്റൻഷൻ നോക്കിക്കഴിഞ്ഞാൽ 0 0 ആണെങ്കിൽ 0 ഡോണ്ട് കെയർ ആണ്. 1 0 ആണെങ്കിൽ നമ്മൾ ഒരു എക്സൈറ്റേഷൻ ടേബിൾ അല്ലെങ്കിൽ നമ്മുടെ അതിൻ്റെ കറസ്പോണ്ടിങ് ടേബിൾ എഴുതുന്നത്, എക്സൈറ്റേഷൻ ടേബിൾ എഴുതുന്നത് ഈ 2 വാല്യൂസ് വെച്ചിട്ടാണ്. അതായത് ക്യു പിയും ക്യു പി പ്ലസ് 1ഉം വെച്ചിട്ട് നമ്മൾ എക്സൈറ്റേഷൻ ടേബിൾ പഠിച്ചു. അപ്പോൾ 0 0 വരുമ്പോൾ എസ് ആറിൻ്റെ എക്സൈറ്റേഷൻ 0 ഡോണ്ട് കെയർ ആണ്. 1 0 ആണെങ്കിൽ 0 1, 0 1 ആണെങ്കിൽ 1 0, 1 1 ആണെങ്കിൽ ഡോണ്ട് കെയർ 0. ദെൻ നമ്മൾ എസിൻ്റെ കോളം മൊത്തത്തിലെടുത്ത് എസ് മാത്രം എടുത്ത് ഒരു കെ മാപ്പ് സിംപ്ലിഫൈ ചെയ്യുന്നു, 6 മൊത്തത്തിലെടുത്ത് ഒരു കെ മാപ്പ് സിംപ്ലിഫൈ ചെയ്യുന്നു. അപ്പോൾ എസ് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഡോണ്ട് കെയറും കൂടെ ചേർത്ത് നമുക്ക് ഡി എന്ന് കിട്ടും. 6 ആണെങ്കിൽ ഡി കോംപ്ലിമെൻ്റ് എന്ന് കിട്ടും. അപ്പോൾ ഡി എ നമ്മൾ എസ് ആൻഡ് ആറിലേക്ക് മാറ്റുന്നതാണ്. അപ്പോൾ ഡി ഇൻപുട്ട് ഉണ്ട്, അതിന് എന്ത് ചെയ്യും? ഡി ഡയറക്റ്റായിട്ട് എസ്സിൽ കൊടുക്കുക. കാരണം എസ് ഇസ് ഈക്വൽ ടു എന്തെന്നാണ് പറഞ്ഞേക്കുന്നത്? ഡി. അപ്പോൾ ഡി ഡയറക്റ്റായിട്ട് എസ്സിൽ കൊടുത്തു. ദെൻ ആർ എന്ന് പറയുന്നത് എന്താണ്? ഡി കോംപ്ലിമെൻ്റ്. അതായത് അവിടെ ഒരു നോട്ട് ഗേറ്റ് കണക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആറിലേക്ക് പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് കിട്ടും? നമുക്ക് ഡിയിൽ നിന്ന് എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പ് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് എസ് ആറിൽ നിന്ന് നമ്മൾ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് എങ്ങനെ കൺസ്ട്രക്റ്റ് ചെയ്യും എന്നുള്ളതാണ് അടുത്തത് പറയുന്നത്. എസ് ആറിൽ നിന്ന് ഡി. ഇപ്പോൾ എസ് ആറിൽ നിന്ന് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് ആർ ക്യു പി, അത് വെച്ചിട്ട് 3 ബിറ്റിൻ്റെതാണ് നമ്മൾ എഴുതുന്നത്. 0 0 0, 0 0 1, 0 1 0, 0 1 1, 1 0 0, 1 0 1. അങ്ങനെ ഒന്നുകിൽ അങ്ങനെ എഴുതുക, ഇല്ല എങ്കിൽ എന്ത് ചെയ്യുക? എസും ആറും 0 ആയിരിക്കുന്ന സമയത്ത് ക്യു പി 0 1 എന്ന് എഴുതുക. വീണ്ടും എന്താണ് 6 1 ആയിരിക്കുന്ന സമയത്ത് ക്യു പി അങ്ങനെ എഴുതുക. അല്ലെങ്കിൽ 3 ബിറ്റിൻ്റെ കോമ്പിനേഷൻ എഴുതുക. ഏതായിരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ ലാസ്റ്റിൽ വരുമ്പോൾ എസ് ഇസ് ഈക്വൽ ടു 1, ആർ ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത് എന്താണ്? ഇൻവാലിഡ് കണ്ടീഷനാണ്. അപ്പോൾ അവിടെ നമ്മൾ ക്യു പിയും ക്യു പി പ്ലസും ഇല്ല. ആ ഒരു കാര്യം മാത്രം നോക്കിക്കൊണ്ടാൽ മതി. അപ്പോൾ എസ് ആറിൽ എസ് 1 ആവുന്ന സമയത്ത് മാത്രം എന്ത് 1 ആയാൽ മതി? ക്യു പി എന്ന് പറയുന്നത് 1 ആയാൽ മതി. എസ് 1 ആവുന്ന സമയത്ത് എന്തായിരിക്കണം? ക്യു പി പ്ലസ് 1 എന്ന് പറയുന്നത് 0 ആയിരിക്കണം. അത് നമ്മൾ പഠിച്ചതാണ്. സെറ്റ് ആകുമ്പോഴാണ് ക്യു പി പ്ലസ് 1 1 ആവുന്നത്. റീസെറ്റ് ആവുന്ന സമയത്ത് ക്യു പി പ്ലസ് 1 എന്താവും? 0 ആവും. ഇനി എസും ആറും 0 0 കണ്ടീഷനിൽ എന്തായിരിക്കും? പ്രീവിയസ് എന്തായിരുന്നു അത് തന്നെ വരും. അതായത് ക്യു പി എന്തായിരുന്നു അത് തന്നെ ക്യു പി പ്ലസ് 1 വരും. അപ്പോൾ ആദ്യത്തേത് നമ്മൾ 0 0യുടെ 2 കണ്ടീഷൻസ് ഉണ്ട്. 0 0യുടെ 2 കണ്ടീഷൻസ്, ആദ്യത്തെ 2 എണ്ണം. അപ്പോൾ ആ സമയത്ത് ക്യു പി 0 ആവുന്ന കണ്ടീഷനും ഉണ്ട്, ക്യു പി 1 ആവുന്ന കണ്ടീഷനും ഉണ്ട്. അപ്പോൾ 0 ആവുന്ന കണ്ടീഷനിൽ പ്രീവിയസ് സ്റ്റേറ്റ് എന്താണോ അത് തന്നെ. ക്യു പി 0 ആയതുകൊണ്ട് ക്യു പി പ്ലസ് 1 എന്തായിരിക്കും? 0 ആയിരിക്കും. അതേസമയം ക്യു പി 1 ആണെങ്കിൽ എന്താവും? ക്യു പി പ്ലസ് 1 ആവും. ഓക്കെ, ദെൻ വീണ്ടും നമ്മൾ എസ് 0 ആർ 1 എന്ന് പറയുന്ന കണ്ടീഷൻ. ആർ 1 മീനിങ് എന്താണ്? റീസെറ്റ്, അതായത് 0 ആക്കുക.
ക്യു പി 0 ആണെങ്കിൽ ക്യു പി പ്ലസ് 1 0, 1 ആണെങ്കിൽ എന്ത് ചെയ്യുക, അതിനെ 0 ആക്കുക. കാരണം നമുക്ക് നെക്സ്റ്റ് സ്റ്റേറ്റ് എന്താ വരേണ്ടുന്നത്, 0 ആണ്, R1 ആവുമ്പോൾ. ദെൻ എസ് എസ് ഈക്വൽ ടു 1, എസ് എസ് ഈക്വൽ ടു 1 മീൻസ് ക്യു പി പ്ലസ് 1 നമുക്ക് എന്താ വരേണ്ടുന്നത്, 1 ആണ് വരേണ്ടുന്നത്. അപ്പോൾ 0 ആണെങ്കിൽ അതിനെ 1 ആക്കുക, പ്രീവിയസ് 0 ആണെങ്കിൽ 1 ആക്കുക, പ്രീവിയസ് 1 ആണെങ്കിൽ 1 തന്നെ യൂസ് ചെയ്യും. 1 കണ്ടീഷൻ ഇൻവാലിഡ്. ദെൻ ഡിയുടെ കറസ്പോണ്ടിങ് നമ്മുടെ എക്സൈറ്റേഷൻ ടേബിൾ എടുത്തു കഴിഞ്ഞാൽ 0 0 ആണെങ്കിൽ 0, 1 1 ആണെങ്കിൽ 1, വീണ്ടും 0 0 ആണെങ്കിൽ 0, 1 0 ആണെങ്കിൽ 0, 0 1 ആണെങ്കിൽ 1, 1 1 ആണെങ്കിൽ 1. നമ്മൾ ആ എക്സൈറ്റേഷൻ ടേബിൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇൻവാലിഡ് കണ്ടീഷൻസ് രണ്ടും നമ്മൾ എന്ത് എഴുതുന്നു, ഡോൺ കെയർ ആക്കി എഴുതുന്നു. എന്നിട്ട് എസ് ആർ ക്യു പി ഇത് വെച്ചിട്ട് 3 വേരിയബിളിൻ്റെ ഒരു കെ മാപ്പ് വരച്ചു. ദെൻ 1കളെല്ലാം ഡി ഇൻപുട്ടിന് വേണ്ടിയിട്ടാണ് വരയ്ക്കുന്നത്, ഈ ഡി എന്ന് പറയുന്ന കോളത്തിന് വേണ്ടിയിട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് എസ് പ്ലസ് ആർ കോംപ്ലിമെൻറ്റ് ക്യു എൻ, എസ് പ്ലസ് ആർ കോംപ്ലിമെൻറ്റ് ക്യു എൻ. ആർ കോംപ്ലിമെൻറ്റ് ക്യു എൻ എന്ന് പറയുന്നത് ഒരു ആൻഡ് ഗേറ്റിലാണ് ആർ കോംപ്ലിമെൻറ്റ് ക്യു എൻ. അപ്പോൾ അവിടെ ഒരു നോട്ട് ഗേറ്റും ഒരു ആൻഡ് ഗേറ്റും കൂടെ കണക്ട് ചെയ്തു. എന്നിട്ട് അതിൻ്റെ ഔട്ട്പുട്ടും എസ്സും കൂടി ചേർത്ത് ഒരു ഓർ ഗേറ്റിൽ കണക്ട് ചെയ്യും. എസ് പ്ലസ് എന്ന് പറയുമ്പോൾ ഓർ ഗേറ്റ്. ദെൻ ആർ കോംപ്ലിമെൻറ്റ് ക്യു എൻ ഇതെന്താണ്, ആൻഡ് ഗേറ്റ് ഉണ്ട്, അതുപോലെ ഒരു നോട്ട് ഗേറ്റ് ഉണ്ട്. നോട്ട് ഗേറ്റ് ആർ കോംപ്ലിമെൻറ്റിൻ്റെ ക്യു എൻ അല്ലെങ്കിൽ ക്യു പി എന്ന് പറയുന്നത് എന്താണ്, കറസ്പോണ്ടിങ് നമുക്ക് ആൻഡ് ഗേറ്റും ചെയ്യുന്നതായിരിക്കും. ഓക്കെ ക്യു എൻ എന്നാണ് എഴുതിയിരിക്കുന്നത്, അതെന്താണ്, ക്യു പി ആണ്. ക്യു പി ആണ് നമ്മളവിടെ യൂസ് ചെയ്തത്, പി ആണ് അവിടെ റീപ്ലേസ് ചെയ്ത് പി എന്നാക്കിക്കോളൂ കേട്ടോ. ക്യു എൻ എന്നാണ് എഴുതിയിരിക്കുന്നത്, അത് ക്യു പി ആക്കുക. ഓക്കെ, എന്താണ് എസ് പ്ലസ് ആർ കോംപ്ലിമെൻറ്റ് ക്യു പി ആണ് നമ്മൾ യൂസ് ചെയ്തത്, ക്യു പി. സോ അതാണ് നമ്മുടെ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിനെ എസ് ആറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അതാണ് നമ്മൾ ആ വരച്ചിരിക്കുന്ന ലോജിക് ഡയഗ്രാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മുടേത് ടി ഫ്ലിപ്പ് ഫ്ലോപ്പിനെ ജെ കെയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെ, ടി ഫ്ലിപ്പ് ഫ്ലോപ്പിനെ ജെ കെയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ. ടി എന്ന് പറയുമ്പോൾ ടോഗിൾ എന്ന് പറയുന്നതാണ്. സോ ടോഗിൾ ചെയ്യുമ്പോൾ നമ്മൾ പ്രീവിയസും ടീയും കൂടെ ചേർത്താണ് എഴുതുന്നത്. 0 0 0 1 1 0 1 1 അതാണ് നമ്മൾ ആദ്യത്തെ 2 കോളം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ക്യു പി പ്ലസ് 1. 0 ആവുന്ന സമയത്ത് എന്താണ്, 0 ആണെങ്കിൽ 0, 1 ആണെങ്കിൽ 1. ദെൻ ടി 1 ആവുന്ന സമയത്ത് എന്ത് ചെയ്യും, ടോഗിൾ ചെയ്യും. ടി 0 ആകുമ്പോൾ പ്രീവിയസ് എന്തോ അത് തന്നെ, ടി 1 ആകുമ്പോഴാണ് ടോഗിൾ ചെയ്യാന്ന് പറഞ്ഞാൽ 0 ആണെങ്കിൽ 1 ആക്കുക, 1 ആണെങ്കിൽ 0 ആക്കുക. അപ്പോൾ ക്യു പി 0 ആണെങ്കിൽ ക്യു പി പ്ലസ് 1 1 ആയിരിക്കും. ഇനി ക്യു പി 1 ആണെങ്കിൽ ക്യു പി പ്ലസ് 1 0 ആയിരിക്കും. ദെൻ ജെ കെയുടേത് 0 0 ആണെങ്കിൽ 0 ഡോൺ കെയർ, 1 1 ആണെങ്കിൽ ഡോൺ കെയർ 0, 0 1 ആണെങ്കിൽ 1 ഡോൺ കെയർ, 1 0 ആണെങ്കിൽ ഡോൺ കെയർ 1. അപ്പോൾ ഇത് എന്ത് ചെയ്യണമെങ്കിലും നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ടേബിൾസിൻ്റെ ഈ എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെയും എക്സൈറ്റേഷൻ ടേബിൾ കാണാതെ അറിയാമെങ്കിൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ജെക്ക് വേണ്ടിയിട്ട് നമ്മളൊരു കെ മാപ്പ്, കെക്ക് വേണ്ടിയിട്ട് കെ മാപ്പ് ഏതൊക്കെയാണ്, നമ്മളത് ടിയും ക്യു പിയും വെച്ചിട്ടാണ്. സോ ജെ ഇസ് ഈക്വൽ ടു ടിയും കെ ഇസ് ഈക്വൽ ടു ടിയും കിട്ടി. അപ്പോൾ എന്ത് ചെയ്യും, ജെയും കെയും എന്താണ്, സെയിം തന്നെയാണ്. സോ ജെയും കെയും സെയിം ആകുമ്പോൾ അതിൽ രണ്ടും കൂടി ടൈ ചെയ്തിട്ട് അതിലേക്ക് എന്ത് കൊടുക്കും, ടി കൊടുക്കും. അപ്പോൾ ഈ ടി എന്ന് പറയുന്നത് ജെയിലേക്കും പോവും, അതുപോലെ കെയിലേക്കും പോവും. അപ്പോൾ അങ്ങനെയാണ് ടി ഫ്ലിപ്പ് ഫ്ലോപ്പിനെ ജെ കെ ആക്കുന്നത്. നെക്സ്റ്റ് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിനെ എങ്ങനെയാണ് നമ്മൾ ജെ കെ ആക്കുന്നത്, ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിനെ ജെ കെ ആക്കുന്നത്. അപ്പോൾ ഡി എന്ന് പറയുന്നത് 0 ആവുന്ന സമയത്ത് എന്താണ്, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ 0 ആണെങ്കിൽ 1 ആണെങ്കിലും 0 കൊടുക്കുക അല്ലേ. ഡി 0 ആവുന്ന കണ്ടീഷനിൽ ക്യു പി എന്തായിരുന്നാലും ക്യു പി പ്ലസ് 1 എന്തായിരിക്കും, 0 ആയിരിക്കും. നെക്സ്റ്റ് നമ്മുടെ കറസ്പോണ്ടിങ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, 1 ആവുന്ന കണ്ടീഷൻസാണ്. 1 ആവുന്ന കണ്ടീഷൻസ് ഇത് 1 ആണ്, 0 എന്ന മാർക്ക് ചെയ്തേക്കുന്നത്. ആ ഒരു തെറ്റും കൂടി റെക്ടിഫൈ ചെയ്തോളണം. 1 എന്ന് പറയുമ്പോൾ ഡി 1 ആയിരിക്കുന്ന കേസിൽ
QP 0 ആണെങ്കിൽ 1 ആക്കുക, 1 ആണെങ്കിലും 1 ആക്കുക. ഓക്കെ, അപ്പോൾ ഈ കണ്ടീഷനിൽ വരുന്ന ഈ 0 ചേഞ്ച് ചെയ്ത് 1 ആക്കുക. ദെൻ കറസ്പോണ്ടിങ് ജെയ്ക്കും കെയ്ക്കും കെ മാപ്പ് വരച്ച് സിംപ്ലിഫൈ ചെയ്ത് എന്ത് ചെയ്യുക, സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുക. അപ്പോൾ ജെ ആണെങ്കിൽ എന്ത് ചെയ്യുക, ഡി, കെ ആണെങ്കിൽ ഡി ബാർ. സോ ഡി നേരെ കണക്ട് ചെയ്യുന്നത് ജെയിലേക്ക്, അവിടെ നിന്ന് ഒരു നോട്ട് ഗേറ്റ് വഴി കണക്ട് ചെയ്യുന്നത് കെയിലേക്ക്. ദെൻ ലാസ്റ്റ് 1 എന്ന് പറയുന്നത് ജെ കെയെ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പാക്കി കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ജെ കെയുടേത് QPയും കൂടെ ചേർത്ത് ആ 8 കോമ്പിനേഷൻസ് എഴുതുക. QP + 1 എന്ന് പറയുന്നത് ജെ കെയിൽ ജെ 1 ആവുന്ന സമയത്താണ് 1 ആവുന്നത്, കെ 1 ആവുന്ന സമയത്ത് 0 ആണ് ചെയ്യുന്നത്. 0 കണ്ടീഷനിൽ പ്രീവിയസ് എന്തോ അതുപോലെ തന്നെ വരും. ഓക്കെ, 1 കണ്ടീഷനിൽ ടോഗിൾ ചെയ്ത് വരും. അത്രയേ ഉള്ളൂ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ അതനുസരിച്ചുള്ള ഒരു വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. ആ ഡി എ നമ്മൾ കെ മാപ്പ് യൂസ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്കൊരു വലിയ സർക്യൂട്ടാണ് കിട്ടുന്നത്. എന്താണ്, ജെ QP ബാർ പ്ലസ് കെ ബാർ QP. അപ്പോൾ അവിടെ 2 ആൻഡ് ഗേറ്റ് ഉണ്ട്, പിന്നെ നോട്ട് ഗേറ്റ് ഉണ്ട്, ദെൻ ഓർ ഗേറ്റ് ഉണ്ട്. സോ QP എന്ന് പറയുന്നത് നമുക്ക് ഈ ഔട്ട്പുട്ട് കിട്ടുന്നത് QP ആണ്. QP ബാർ എന്ന് പറയുന്നത് ഇതാണ്. സോ QP കണക്ട് ചെയ്യാൻ പറയുമ്പോൾ ഇതിൽ നിന്ന് എടുത്ത് കണക്ട് ചെയ്യുക, QP ബാർ എന്ന് പറയുമ്പോൾ ഇതിൽ നിന്ന് എടുത്ത് കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ സർക്യൂട്ട് ഡയഗ്രാം ഡിസൈൻ ചെയ്തേക്കുന്നത്. ദിസ് അബൌട്ട് ഫ്ലിപ്പ് ഫ്ലോപ്പ് കൺവേർഷൻസ്. ഇത്രയാണ് നമ്മുടെ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ വരുന്ന മേജർ കൺവേർഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ.